ഈ ഡോറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ സ്റ്റീൽ ഡോർ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയും വലിയൊരു കസ്റ്റമൈസേഷൻ ആദ്യമായിട്ടായിരിക്കും. കാരണം അത് അത്രയും വലിയൊരു ചലഞ്ചായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തപ്പോൾ തന്നെ. ഈ ഡോർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കിൻസ കളക്ഷനിലുള്ള ഗോത്തിക് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ആ മോഡൽ ഈ പ്രോജക്റ്റിൻ്റെ ഉടമസ്ഥർ വന്നപ്പോൾ ഞങ്ങളുമായിട്ടൊരു ഡിസൈൻ ഇൻറ്റൻറ്റ് അവർ തരികയുണ്ടായി. അതിനെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്തെടുത്തു. അതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്. ഞങ്ങളുടെ ഗോത്തിക് ഡോറിനെ ഇത് ഏതാണ്ട് 4 പാളിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 90 mm തിക്നെസ്സിലാണ് ഈ ഡോറ് വരുന്നത്. ഒപ്പം ഇതിൻ്റെ പില്ലറും കസ്റ്റമൈസ്ഡ് പില്ലറാണ് ഈ ഡോറിന് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വിഡ്ത്ത് കൂടിയ ഒരു ഡോറ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മറ്റു പലരെയും അവർ സമീപിക്കുകയുണ്ടായി. പക്ഷേ ഒരിടത്തു നിന്നും എന്തായില്ല, പ്രോപ്പറായിട്ടൊരു റെസ്പോൺസോ എക്സിക്യൂഷനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട്സോ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. നമ്മളുമായിട്ട് ഏതാണ്ട് ഒരു 2 വീക്സ് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടത്തിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിസൈൻ ചൂസ് ചെയ്തതും അങ്ങനെ ഈ ഡോറിൻ്റെ ഒരു വർക്കിലേക്ക് വന്നതും. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ അകത്ത് മറ്റ് 4 ഡോറുകളും നമ്മൾ ഇത് സംബന്ധമായി ഈ പ്രോജക്റ്റിലേക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സപ്ലൈ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് ഇതൊരു സ്റ്റാർട്ടാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റീൽ ഡോർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ്സ് എ ഗ്രേറ്റ് ബിഗിനിങ്. ഇത് തീർച്ചയായിട്ടും ഇതേപോലെ പ്രോജക്റ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു എന്താ പറയുന്ന ഒരു ഓപ്ഷൻ അതല്ലെങ്കിൽ സജഷൻ തന്നെ ഇത് കൊടുക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും നല്ലൊരു സജഷനാണ്. കാരണം ഇത് അത്രയും സെക്യൂരിറ്റി, സേഫ്റ്റി എല്ലാം ഈ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള മറ്റൊരു മോഡലാണ് ബോക്സർ വിത്ത് ഡോർ കം വിൻഡോ. എന്താണ് ഈ ഡോറിൻ്റെ പേര് വരുന്നത്? സെയിം ആസ് ഇറ്റ് ഈസ് വിത്ത് പില്ലറോട് കൂടി വരുന്നതാണ്. ഏതാണ്ട് 1 മീറ്റർ ബാർ ഹാൻഡിലോട് കൂടി വരുന്ന 2 സൈഡിലും ഡോർ കം വിൻഡോയോട് കൂടി വരുന്ന ഒരു ഡോറാണ് ഇതും കൊടുത്തിട്ടുള്ളത്. ഇതും 90 mm തിക്നെസ്സിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ മറ്റൊരു ഡോറ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മളുടെ സെനോ എന്ന് പറയുന്ന മോഡൽ. കംപ്ലീറ്റ്ലി ഈ പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇതും അതേപോലെ 1 മീറ്റർ ബാർ ഹാൻഡിലാണ് ചെയ്തിട്ടുള്ളത്. കളർ സ്കീം എല്ലാം പ്രോജക്റ്റ് ഡിമാൻഡ് ചെയ്തിരുന്ന കളർ സ്കീമിലേക്കാണ് നമ്മളിത് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയും ഒരു ഹെവി കസ്റ്റമൈസേഷൻ മറ്റാരും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ബിഗിനിങ് ഇൻ ദ സ്റ്റീൽ ഡോർ ഇൻഡസ്ട്രി. നമ്മളുടെ കമ്പനി എന്ന് പറയുന്നത് കിൻസ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതിലെ തന്നെ നമ്മളുടെ കിൻസ ബ്രാൻഡിലാണ് നമ്മൾ ഈ ഡോറ് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പ്രോജക്റ്റിൽ ഏതാണ്ട് 5 ഡോറാണ് നമ്മൾ കസ്റ്റമൈസേഷൻ നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്റ്റീൽ ഡോർ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയും വലിയൊരു കസ്റ്റമൈസേഷൻ മറ്റാരും ചെയ്തിട്ടുണ്ടാവില്ല. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ചാലഞ്ച് ഫോർ അസ് ആൻഡ് വി ഹാവ് എക്സിക്യൂട്ടഡ് വെൽ. പിന്നെ മുമ്പിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മളുടെ ഗോത്തിക് എന്ന് പറയുന്ന ഒരു മോഡലിനാണ് നമ്മൾ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്ത് വിത്ത് പില്ലർ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ കാണുന്ന 2ാമത് ഡോർ എന്ന് പറയുന്നത് ബോക്സർ വിത്ത് ഡോർ കം വിൻഡോ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതോടൊപ്പം സെനോ എന്ന് പറയുന്ന ഒരു മോഡലിനെ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്ത് വാട്ട് എവർ ദ പ്രോജക്റ്റ് ഡിമാൻഡഡ് വി ഹാവ് met all the commitments whatever we have given and it was executed well and everyone was happy. Okay. തീർച്ചയായിട്ടും സ്റ്റീൽ ഡോർ ഇൻഡസ്ട്രിയിലെ ഒരു വലിയൊരു ഇന്നോവേഷൻ തന്നെയാണ് നമ്മൾ എടുത്തത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചായിരുന്നു ഇത്. ഏതാണ്ട് ഒരു 1.5 മാസക്കാലത്തോളം ഞങ്ങൾ ഇതിൻ്റെ ഡിസൈൻ സ്റ്റേജിലേക്കും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പോലും നമ്മളുടെ ടീം കംപ്ലീറ്റ്ലി ദേ വർ ഇൻ ചൈന. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സക്സസ് ആയിട്ട് ഈ ഒരു ഡോറ് നമ്മൾക്കിവിടെ കൊണ്ടുവരാനും അതുപോലെ പിടിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഇതൊരു പുതിയൊരു വെല്ലുവിളി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.